ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന ഒരു കേസുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്നതിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനും പിന്നെ വേണം കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു സാധ്യത ഷുവറാണ്. അത് തന്നെയല്ല, ഈ ഒരു കോമ്പിനേഷന് ചില കേസ് വരുമ്പോൾ ഈ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റാർ, ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊരു ട്രബിള്, എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആങ്സിറ്റി, ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. സമയം ചിലപ്പോൾ സ്റ്റാർ വരിക, ഇവിടെ ഈ ഒരു പറയുന്ന ഈ ഹെഡ്ലൈന് സ്റ്റാർ വരിക. അപ്പൊ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ടീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് പല്ലിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണാനുള്ള ഒരു സാധ്യതയാണ്. അതേസമയത്ത് ലേഡീസിന്റെ ഒക്കെ കൈ നോക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഷോർട്ടായിട്ടുള്ള ചെറിയൊരു വര, അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു ലൈൻ മാത്രം വന്നു കഴിഞ്ഞാൽ അവർ ഗോസിപ്പ് പറയുന്ന ടൈപ്പുള്ള ഒരു നേച്ചർ ആയിരിക്കും. ഈ പറഞ്ഞ സൂര്യമണ്ഡലത്തിന്റെ അവിടെ ഒരു സ്റ്റാർ കാണുക. സ്റ്റാർ കാണുന്ന പൊളിറ്റീഷ്യന് അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പബ്ലിക് കോണ്ടാക്ട് കീപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള കേസുകൾ. അപ്പം നമ്മൾ നോക്കാം, ഈ ഒരു നമ്മുടെ ഒരു ആദ്യം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ലൈൻ നോക്കാം. അതേപോലെ ഇവിടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്രനാണ് വരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു ഡോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു ഒരു അവർക്കൊന്നും അത്ര നല്ലതല്ല. ഏറ്റവും അടിയിൽ ഇവിടെ കങ്കണ വലയം എന്ന് പറയും. കങ്കണ വലയം അത് നമുക്ക് പറയാം. ഇതാ കങ്കണ വലയം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇങ്ങനൊരു ലൈന്, ഇവിടെ ഇങ്ങനൊരു ലൈന്. അങ്ങനെ ചില ആൾക്കാർക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതെന്നാ 1, 2, പിന്നെ ചില ആൾക്കാർക്ക് 3 ലൈനുണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 ലൈന് ഇവിടെ ഇങ്ങനെ വരുവാണെന്ന രീതിയിൽ ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരെ 80 വയസ്സ് വരെ അല്ലെ 75 വയസ്സിന് മേളിലേബോ ജീവിച്ചിരിക്കാനുള്ള ആയുസ് കൂടാന്. അപ്പൊ ഇങ്ങനെ പല ഇതൊക്കെ വരുന്നത് നല്ലതാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം, ഓരോന്നോരോന്ന് പറയാം. ആദ്യം ഈ ഒരു രേഖയുടെ കാര്യം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു രേഖ ഈ കങ്കണ വളയത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫേറ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് അപ്പൊ ഇങ്ങനെ മേലോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, ലൈഫ് സക്സസ് ആണ്. ഇവിടുന്ന് മേലോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയി. എന്നാൽ ചില കേസിൽ ഈ ഒരു രേഖ വന്ന് ഇവിടെ വന്ന് ഇതിങ്ങനെ വന്ന് ക്രോസ് ആയിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു രേഖ ഇവിടുന്ന് വന്ന് ഈ ഒരു ലൈഫ് ലൈനെ ക്രോസ് ചെയ്ത് പോവുകയാണെന്ന് വരില്ല. അത് നമുക്ക് ഒരു ഒബ്സ്റ്റക്കിൾ ഫ്രം ദ റിലേഷൻഷിപ്പ്, എന്തെങ്കിലും ഉള്ള ഒരു ഇതിന് നമുക്ക് റിലേഷൻഷിപ്പിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ഒരു ലൈന് ഈ ലൈഫ് ലൈനെ ക്രോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ. അതുപോലെ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ രേഖ നീളമുള്ളത്തിയുള്ള ആ രേഖ കാണത്തില്ല. അങ്ങനെയുള്ള ഒരു കേസിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേമാതിരി ഈ ഒരു ഫേറ്റ് ലൈന് നമ്മുടെ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഒരു സെക്ഷൽ അട്രാക്ഷന്, ഓപ്പോസിറ്റ് സെക്സിലെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ചിലരുടെ കേസിൽ ഈ പറഞ്ഞ ലൈഫ് ലൈന് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന ഒരു കേസുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്നതിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനും പിന്നെ വേണം കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു സാധ്യത ഷുവറാണ്. അത് തന്നെയല്ല, ഈ ഒരു കോമ്പിനേഷന് ഈ ലൈൻ തന്നെ വേവിയാണ്. വേവി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനായിട്ട് കിടക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വരാന് ഒരു വറീസ്, നമുക്കെന്തെങ്കിലും ഒരു നെർവസ് ആയിട്ടുള്ള സിറ്റുവേഷന്, വറീസ്, ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില കേസിൽ ഈ രേഖ തന്നെ ഇങ്ങനെ വന്ന് ഇവിടെ കറക്റ്റ് ഇവിടെ അങ്ങ് നിൽക്കും. ഈ ഒരു ഹെഡ്ലൈനിന്റെ ഇവിടെ നിൽക്കും. അപ്പൊ റോങ് ഡിസിഷൻ മേക്കിംഗ് ഇവിടെ വന്ന് മുട്ടി അങ്ങ് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ റോങ് ഡിസിഷൻ മേക്കിംഗ്, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ സാധനം തന്നെ ഒരു ഇറഗുലർ ആണ്, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണേലും മുറിഞ്ഞുള്ള ലൈന് ചില ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കാണേലും വളരെ ഈഗോയിസ്റ്റിക് ആയിരിക്കും, ഒരുപാട് ഈഗോ ഉള്ള ആൾക്കാരായി. എന്നാൽ ഈ രേഖ തന്നെ ഈ പറയുന്ന ഫേറ്റ് ലൈന് സാധാരണ ഈ പറഞ്ഞല്ലോ സാറ്റേൺ ശനിമണ്ഡലത്തിലോട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ശനിമണ്ഡലത്തിലോട്ടല്ല ഈ ഒരു രേഖ ഇങ്ങനെ പറഞ്ഞ ജൂപ്പിറ്ററിൽ അവിടോട്ട് ഇങ്ങനെ പോകാന്ന് വെച്ചു 100% ഭയങ്കര റിച്ചാവും, വെളുത്തിയായിരിക്കും, വളരെ നല്ലതാണ് ഈ ഒരു രേഖ നമ്മുടെ ഫേറ്റ് ലൈന് ഇങ്ങോട്ട് പോകുന്നത്. ഈ പറഞ്ഞ ജൂപ്പിറ്ററിന്റെ മണ്ഡലത്തോട്ട് പോകുന്നത്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, സൃഷ്ടിയുടെ ഗ്രഹമാണ്, അറിയാമല്ലോ. ചില ആൾക്കാർക്ക് ഈ ഒരു ഫേറ്റ് ലൈനിന്റെ അടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് കാണും. ഇങ്ങനെ 2 3 ബ്രാഞ്ചായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കെയർലെസ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും എന്നാണ്. കാര്യങ്ങളെ ഒന്ന് കറക്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു വളരെ കെയർലെസ് ആയിരിക്കും.
അതേമാതിരി നമുക്കിപ്പോ നോക്കാം. ഇപ്പൊ ഈ നമുക്കൊരു സൺമൗണ്ട് ഇതെന്ന് പറഞ്ഞാൽ സൺമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കയ്യിൽ ഇവിടെ ഈ ഒരു സൺമൗണ്ട്, അതായത് സൂര്യമണ്ഡലമാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഉള്ള പുള്ളിയുടെ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ. അതേമാതിരി ഇവിടെ ഇപ്പൊ ഒരു ട്രയാങ്കിൾ വരിക, ഈ സൂര്യമണ്ഡലത്തിന്റെ താഴെ ഒരു ട്രയാങ്കിൾ വരിക. ട്രയാങ്കിൾ വരുവാണെന്നതിൽ ബ്രേക്ക് ഇൻ ഫ്രണ്ട്ഷിപ്പ്, എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് തകരാന് എടുക്കാന് ഉള്ള ഒരു കാര്യമാണ് കാണുന്നത്. ഈ പറഞ്ഞ സൂര്യമണ്ഡലത്തിന്റെ അവിടെ ഒരു സ്റ്റാർ കാണുക. സ്റ്റാർ കാണുന്ന പൊളിറ്റീഷ്യനെ അല്ലെന്ന രീതിയിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പബ്ലിക് കോണ്ടാക്ട് കീപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള കേസുകളൊക്കെയാണ് ഈ ഒരു സൂര്യമണ്ഡലത്തിലെ സ്റ്റാർ. അതേമാതിരി ചില കേസിൽ ഇങ്ങനെ ഗ്രില്ല് വരും. ആ ഗ്രില്ല് വരിക എന്ന് പറഞ്ഞാൽ ഒരു അറ്റിറ്റ്യൂഡ് മൈൻഡായിട്ടുള്ള ഒരാൾക്കാരാണ്. എന്നാൽ ചില കേസ് വരുമ്പോൾ ഈ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റാർ, ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊരു ട്രബിള്, എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആങ്സിറ്റി, ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ചില ആൾക്കാരുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2-3 ലൈനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒരു വെർസൈറ്റയിലെ പല രീതിയിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള തിങ്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവുള്ളവർ. അതേമാതിരി ഈ സൂര്യമണ്ഡലത്തിന്റെ അവിടെ ഡോട്ടർ ലൈൻ വരും. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുള്ള ലൈൻ വരുവാണെന്ന് വരില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സക്സസ് ആൻഡ് ഹാർഡ് വർക്കിങ്, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള അതാണ്. ചില കേസിലൊക്കെ ഇവിടെ ബ്ലാക്ക് ഡോട്ട്, ഈ പറഞ്ഞ ഈ സൂര്യമണ്ഡലത്തോടെ ബ്ലാക്ക് ഡോട്ട് കാണാം. ബ്ലാക്ക് ഡോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറാണ്, പല രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള. അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ സൺമണ്ഡലത്തില് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡ് മാതിരി വരും. ആ ഐലൻഡ് വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. ഐലൻഡ് വന്നു കഴിഞ്ഞാൽ ലോസ് എന്നാണ് മീനിങ്. ലോസ് എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളോ അങ്ങനെയുള്ള ഇതുണ്ടാകും. അതേമാതിരി ഇവിടെ ക്രോസ് കാണാം. ഈ പറയുന്ന സൺ ടെമ്പിള് സൂര്യമണ്ഡലത്തിന്റെ അടിയിൽ ഒരു ക്രോസ് വരിക, അതായത് കുരിശുമാതിരി വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് ബിസിനസ് ലോസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ബിസിനസ് ലോസ് ഉണ്ടാകാൻ, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെയിൻ മാതിരിയുള്ള ഇങ്ങനെ ഈ ഒരു തള്ളവരലിന്റെ അടിയിലത്തെ ആദ്യത്തെ ആ ഒരു റിങ്ങിന്റെ അവിടെ ഇങ്ങനെ ചെയിൻ മാതിരി കാണുക. അങ്ങനെയുള്ള ആൾക്കാർ, പൈസ ഉള്ള ആൾക്കാർ, റിച്ച് ആയിരിക്കാം. അതേമാതിരി ആർഗ്യുമെന്റേറ്റീവ് നേച്ചറാണ്. ചില തർക്കങ്ങൾ, വാദിച്ച ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു നേച്ചറായിരിക്കും. അതുപോലെ ചില ആൾക്കാരുടെ ഈ ഹാർട്ട് ലൈൻ, ഹൃദയരേഖയുടെ എവിടെയാണേലും ഇങ്ങനെയുള്ള ചെയിൻ കാണും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇച്ചിരി വീക്കാണ്, സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേമാതിരി നമ്മുടെ ഈ ഹെഡ്ലൈൻ പറഞ്ഞല്ലോ, ഈ ഹെഡ്ലൈന് എന്തെങ്കിലുമുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ചെയിന് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത. അതേമാതിരി ഒരു വിട്ടുമാറാത്ത സ്ട്രെസ് കാര്യങ്ങളെ, ജീവിതത്തിലെ ചെറിയ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേമാതിരി ചില ആൾക്കാരുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ വരുന്നതായിട്ടാണ്. സർക്കിൾ പ്രത്യേകിച്ച് ഈ ജൂപ്പിറ്ററിന്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗുഡ് ലക്ക്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൗണ്ട് ആണല്ലോ. ഇവിടെ ഇങ്ങനെ സർക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ ഈ സാറ്റേന്റെ ഈ ഒരു ഏരിയയിലായിരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് മാതിരി ഒരു റൗണ്ട് റിങ് വന്നു കഴിഞ്ഞാൽ നല്ലതാണത്. ഇത് സൂര്യമണ്ഡലമാണല്ലോ. ഈ സൂര്യമണ്ഡലത്തിനകത്താലും ഇങ്ങനെ ഒരു റൗണ്ട് വന്നു കഴിഞ്ഞാൽ നെയിം ആൻഡ് ഫെയിം, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് പൊളിറ്റിക്കല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഫേമസ് ആകാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ്. അതുപോലെ ഈ റൗണ്ട് മെർക്കുറി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണല്ലോ. ഇപ്പൊ ഇവിടെ മെർക്കുറിയുടെ അവിടെ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള ഡേഞ്ചർ ഫ്രം ദ പീപ്പിൾ, ഏതെങ്കിലും ആൾക്കാരുടെ അടുത്തുനിന്ന് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാം. എന്നാൽ ഇതേ സംഭവം ഈ പറഞ്ഞ റിങ് മാതിരിയുള്ള സംഭവങ്ങൾ ചൊവ്വ മണ്ഡലത്തിൽ വരുവാണ്. നമ്മുടെ ചൊവ്വയുടെ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനും അതുപോലെ ഓപ്പറേഷനൊക്കെ നടക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ചൊവ്വ മണ്ഡലം പറഞ്ഞിട്ട് 2 ചൊവ്വ, ഇതൊരു ചൊവ്വയാണ്, ഇവിടെ ഒരു ചൊവ്വയാണ്. അപ്പൊ 2 ചൊവ്വയാണ്. അതൊരു ചൊവ്വ, ഇവിടെ ഒരു ചൊവ്വ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഇത് വീനസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ചൊവ്വയിലോ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു ഇടത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണിന് എന്തെങ്കിലുമൊക്കെ ഉള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സർജറി ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ മൂണെന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ മണ്ഡലത്തില് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഈ ഒരു ചന്ദ്രമണ്ഡലത്തില് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇങ്ങനെ റൗണ്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വാട്ടർ സംബന്ധമായിട്ട് ജലമായിട്ട് ജലത്തിൽ നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഫോബിയ ഉണ്ടല്ലോ, ഇത് വാട്ടർ ഫോബിയ എന്നൊക്കെ പറയുന്ന അതിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ പറയുന്ന മാതിരി ഒരു റൗണ്ട് സംഭവം നമ്മുടെ വീനസ്, ഈ ശുക്രമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു റൗണ്ട് വരുവാണെന്ന് വരില്ല, ഒരു സർക്കിൾ വരുവാണെന്ന് വരില്ല, നമുക്ക് ബാഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേമാതിരി നമുക്ക് ചില ഈ ആൾക്കാരുടെ
ഇവിടെ കുരിശ് വരിക. ഇവിടെ കുരിശ് വന്നു കഴിഞ്ഞാൽ പല കേസിലും ലവ് മാരേജ് ഒക്കെ നടക്കാൻ ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇവിടെ ഒരു കുരിശ് വന്നു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മണ്ഡലത്തില് അല്ലെങ്കിൽ നല്ല മാരേജ് ലൈഫ് ആകാനുള്ള സാധ്യത. അതുപോലെ സാറ്റേൺ ശനിയുടെ അടുത്തൊരു ക്രോസ് വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പക്ഷെ ഇച്ചിരി ധൈര്യം കാര്യങ്ങൾ കാണും, പക്ഷെ വലിയ പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലുള്ള. അതുപോലെ സൂര്യന്റെ മണ്ഡലത്തിന്റെ താഴെ ഇങ്ങനെ ക്രോസ് വരുന്നത് ഇമോഷണൽ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ്. അതേസമയം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുവാണെന്നിട്ട് നല്ലതാന്ന് പറഞ്ഞു. അതുപോലെ മൂന്ന് ഈ പറഞ്ഞ ചന്ദ്രന്റെ അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു ക്രോസ് വരിക. ഇങ്ങനെ ക്രോസ് വരുവാണെന്നൊരു കുരിശ് വരുവാണെന്നൊരില്ല അവർക്ക് ഫ്രണ്ട്സ് കാണത്തില്ല. കാരണം ആ മനസ്സിന്റെ ഒക്കെ ഇതാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. ഒരു ഇതായിട്ട് ആൾക്കാരോട് ഇടപെടാനുള്ള ഒരു പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വരികയല്ല. അതേമാതിരി ഒരു ക്രോസ് നമുക്ക് ഈ പറഞ്ഞ ഇത് നമ്മുടെ ചൊവ്വാമണ്ഡലമാണ്. ഇങ്ങനെ ഈ ചൊവ്വാമണ്ഡലത്തില് ക്രോസ് വരിക. ഇവിടെയും ഒരു ചൊവ്വ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് ക്രോസ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അതത്ര നല്ലതല്ല. ചൊവ്വാട് അവിടെ ആണെങ്കിലും ഷോർട്ട് ടെമ്പേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഓപ്പറേഷൻ സർജറി ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ല ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഫേറ്റ് ലൈനിലായാലും ഇങ്ങനെ ഒരു ക്രോസ് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. അത് ചേഞ്ച് ഓഫ് പ്രൊഫഷനെ അല്ലെങ്കിൽ ആ ഒരു ജോബ് പ്രൊഫഷനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേമാതിരി ഈ ലൈഫ് ലൈനിലായാലും ഈ പറഞ്ഞ മാതിരി ഒരു ക്രോസ് വരുന്നതെന്ന് അത്ര നല്ലതല്ല. ഹെൽത്തിന് അത്ര നല്ല, ബാഡ് ഹെൽത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി നമുക്ക് ഈ ഹെഡ്ലൈൻ ആയാലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹെഡ്ലൈനിന്റെ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രോസ് വരുവാന്ന് വെച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അത്ര നല്ലതല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു എന്തെങ്കിലും ആക്സിഡന്റ് ഇഞ്ചറി ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഹെഡ്ലൈനിലെ ക്രോസ് വരുന്നത്. അതേമാതിരി നമ്മുടെ ഹെഡ്ലൈനില് ഇങ്ങനെ വേവി ആയിട്ട് ഒരു വേവ് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ലൈനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ, അത് നമുക്ക് അറിയാൻ പറ്റാത്തായിട്ടുള്ള എപ്പം നമുക്ക് തീരുമാനം എടുക്കും, എപ്പം ചേഞ്ച് ചെയ്യും, എങ്ങനെയുള്ള അറിയാൻ പറ്റാത്ത ഇരിക്കുന്നിടയിൽ വിധം മാറുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്നാൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ഹെഡ്ലൈനില് ഒരു ഐലൻഡ് മാതിരിയുള്ള സംഭവമുണ്ട്. അപ്പൊ ഒത്തിരി സ്ട്രെസ് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ചില ഇതിനകത്ത് നോട്ടുമാരുണ്ട്, ചെറിയ ഈ ഒരു ചെറിയൊരു ഇതുമാതിരി ഒരു പുള്ളിമാതിരി ഉള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ഹൈ ടെമ്പേർഡ് ആയിരിക്കും, എളുപ്പം ദേഷ്യം വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അതേസമയം ചിലപ്പോൾ സ്റ്റാർ വരിക. ഇവിടെ ഈ ഒരു പറയുന്ന ഈ ഹെഡ്ലൈന് സ്റ്റാർ വരിക. അപ്പൊ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ടീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് പല്ലിന് എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നം കാണാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ ഈ ഹെഡ്ലൈൻ പറഞ്ഞാൽ ഈ ഹെഡ്ലൈൻ എന്തെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഇവിടെ ഈ ക്രോസ് വരുന്നത് അത്ര നല്ലല്ലേ. ഈ ഹെഡ്ലൈന് ക്രോസ് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതേസമയം ട്രയാങ്കിൾ വരുവാണെന്നതിൽ അത് സക്സസ് ഇൻ എന്തെങ്കിലും സയന്റിഫിക്കലി എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സക്സസ് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ ചില ആൾക്കാരുടെ നമുക്ക് ഈ ഹെഡ്ലൈൻ കാണത്തില്ല. അപ്പൊ ഈ ഹെഡ്ലൈൻ ഇല്ലാത്ത കേസൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ലെസ് ഇന്റലിജന്റ്, അതായത് ഇന്റലിജന്റ് അല്ല, അവർക്ക് കാര്യങ്ങൾ ഒരു ബുദ്ധി സാമർഥ്യങ്ങളൊന്നും കാണാനുള്ള സാധ്യതയില്ല. അതുപോലെ ചിലർക്കതൊരു ഹാർട്ട് ലൈനിനോട് കൂടി ചേർന്ന് വരും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് വരുന്ന ഇഷ്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഹാർട്ട് ലൈനും ഈ ഹെഡ് ലൈനും കൂടെ ചേർന്ന് വരുന്ന കേസിലുണ്ടെന്ന് വരില്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ ഇവിടെ ഒരു സ്പോട്ട് വരുക, ഈ പറഞ്ഞ ഹെഡ്ലൈൻ സ്പോട്ട് വരുവാണെന്നൊരു ഇഞ്ചറി എന്തെങ്കിലും ഉണ്ടോ, ഇഞ്ചറി പരിക്ക് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. ചില ആൾക്കാരാണെന്നൊരു ഈ ഹെഡ്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയിൻ മാതിരി ഇങ്ങനെയൊക്കെ ഉള്ളവരെ കാണും. ഈ ചെയിൻ മാതിരി ഇങ്ങനെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പല രീതിയിലുള്ള മിക്സ് ഓഫ് ഐഡിയ, ഒരു പിന്നെ കൺഫ്യൂഷൻ, പല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വന്നു കഴിഞ്ഞാൽ. അതേമാതിരി ഇപ്പൊ ഈ ലൈഫ് ലൈൻ വന്നു. ഈ ലൈഫ് ലൈന് ലോങ് ആയിട്ടുള്ള ലൈഫ് ആണെന്ന് വരും. അപ്പൊ ഈ ലൈഫ് ലൈൻ പറഞ്ഞു, ഈ ലൈഫ് ലൈൻ ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുവാണെന്ന് വരിക അവർക്ക് ആയുസ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഇതിനകത്ത് ചെയിൻ മാരിയുള്ള ഒരു സാധനം ഇങ്ങനെ വളയം കെട്ടി ചെയിൻ മാരിയൊക്കെ ഉള്ള ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലൈനില് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ലൈഫ് ലൈനാണല്ലോ, അപ്പം അത് അങ്ങനെയൊക്കെ ഉള്ളൊരു നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഡീപ്പ് ലൈൻ നല്ല ഷാർപ്പ് ആൻഡ് ഡീപ്പായിട്ടുള്ള ലൈനാണെന്ന് വരില്ല, അവർക്ക് നല്ലതാണ്, ഹെൽത്തി ആയിട്ടിരിക്കും, വേറെ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല, വളരെ ആരോഗ്യമായിട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ചെറിയ തിന്നായിട്ടുള്ള ചില ലൈന്, ചില വളരെ നാരോ ആയിരിക്കും ചിലരുടെ ലൈൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആരോഗ്യം അത്ര നല്ലല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. എന്നാൽ അതേമാതിരി ചില ആൾക്കാർക്ക് ഇവിടെ ബ്രേക്ക് കാണാം. ഈ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ ലൈഫ് ലൈന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ
അതാണേലും അത്ര നമുക്ക് നല്ലതല്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ളതോ ഇങ്ങനെ അല്ലെന്നൊരു മുറിവ് പറ്റാനോ അല്ലെന്നൊരു എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഈ കിടക്കാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ഫോർക്ക് വന്നെന്ന് വെച്ചാൽ ഫോർക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് നല്ല ജസ്റ്റിസ്, നല്ല നീതിമാനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കും. ചില കേസിൽ ഈ ഒരു ലൈന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് ചില കേസ് ഇങ്ങനെ ഒന്ന് ജൂപ്പിറ്ററിന്റെ അങ്ങോട്ട് നേരെ പോകാറുണ്ട്. ഈ ലൈൻ ഇങ്ങനെ ജൂപ്പിറ്ററിന്റെ അങ്ങോട്ട് പോകുന്നതെന്ന് വളരെ നല്ലതാണ്. ഫുൾഫിൽ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ആ ഫുൾ ഓഫ് ഡ്രീംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഈ ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അതുപോലെ ചില ആൾക്കാരുടെ ലാഡർ ലൈൻ എന്ന് പറയും. ഇങ്ങനെ ഈ വര കിടക്ക ലാഡർമാര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എച്ചുമാരിയുള്ള ആ ഒരു ഫോർമാറ്റ് ഇങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൽ ഹെൽത്ത്, അതായത് ബാഡായിട്ടുള്ള ഹെൽത്ത് ആണെന്നുള്ള മനസ്സിലാക്കും. അതുപോലെ നമുക്ക് ഈ ഹെഡ്ലൈനുമായിട്ട് ഇതിന്റെ ബന്ധമൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരായിരിക്കും. സൺമണ്ഡലം, ഈ സൺമണ്ഡലം അതായത് സൂര്യമണ്ഡലത്തിന് ഇങ്ങനെ ലൈൻ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, നല്ല ഫേമസ് ആകും, നല്ല വെൽത്ത്, അതേമാതിരി നല്ല ഫേമസ് ആവും, നല്ല ഫ്രണ്ട്സിനകത്തുനിന്നുള്ള ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് നല്ല ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ചീറ്റ് ചെയ്യാത്ത ടൈപ്പുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടാകാറുള്ളൂ. അതുപോലെ നമുക്ക് ജീവിതത്തിൽ നല്ല ഫ്രണ്ട്സുമായിട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടാനും അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച വരാനൊക്കെ ഉള്ള സാധ്യതയാണ് ഈ ഒരു സൺമണ്ഡലം എന്ന് പറഞ്ഞ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നു. പക്ഷെ അത് 2 ലൈൻ വരുന്നത് അത്ര നല്ലല്ല. 2 ലൈൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ആ ഒരു പവർ ഇച്ചിരി കുറയുകയാണ് ചെയ്യുന്നത്. ചില കേസിൽ 3 ലൈൻ ഇങ്ങനെ വരും താഴോട്ട്. അതത്ര നല്ലല്ല. 3 ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള ലാക്ക് ഓഫ് അലേർട്ട്നെസ്, എന്തെങ്കിലും അലേർട്ടായിട്ടിരിക്കാനോ അല്ല ഒരു ഉദാസീനത ആ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് ആയിരിക്കും. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഈ മെർക്കുറിയിലെ ലൈന്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബുധമണ്ഡലത്തിലെ ഒരു ലൈൻ ഇങ്ങനെ വരിക എന്ന് വളരെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി. 2 ലൈൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതായിട്ടുള്ള ഒരു നേച്ചർ, കൂടുതലായിട്ട് ചെലവുകൾ കൂടാനുള്ള ഒരു സാധ്യത. 3 ലൈൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 3 ലൈന് ചെലവ് അല്ലെന്നൊരു പ്രത്യേകിച്ച് ഡോക്ടർമാരെ അല്ലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ 3 ലൈനിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൂടാം. അങ്ങനെയൊക്കെ ഉള്ള നല്ല ഹൈ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ലൈനുള്ള ഒരു ഇവിടെ ഒരു വേവി ലൈന് വളഞ്ഞുള്ള ഒരു ലൈൻ ഇങ്ങനെ നടക്കുവാന്നവരിൽ അത് ബാഡ് ബിസിനസ്സിന് അത്ര നല്ലല്ല. ബ്രേക്ക് അതുപോലെ വിദ്യാഭ്യാസം മുടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇങ്ങനെ ഒരു വളഞ്ഞൊരു ലൈൻ അല്ലെന്നൊരു ബ്രേക്ക് ഒരു വേവ് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. അതേസമയത്ത് ലേഡീസിന്റെ ഒക്കെ കൈ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ ഷോർട്ടായിട്ടാണ് ചെറിയൊരു വര. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു ലൈൻ മാത്രം വന്നു കഴിഞ്ഞാൽ അവർ ഗോസിപ്പ് പറയുന്ന ടൈപ്പുള്ള ഒരു നേച്ചർ ആയിരിക്കും എന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇത്ര ഒരു സംഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇതിനെപ്പറ്റി ഓരോ നഖത്തിന്റെ ഷേപ്പ്, ഓരോ ലൈന്, ഓരോ കാര്യങ്ങളും നോക്കാനോ എടുക്കാനോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് ഈ ഒരു പാമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്ന ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ബാക്കിയുള്ള കൺസൾട്ടേഷൻ റിലേറ്റഡ് അപ്പൊ ഈ പാമിസ്ട്രിയെക്കാട്ടിലും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അല്ലാതുള്ള അസ്ട്രോളജി റിലേറ്റഡ് പ്രത്യേകിച്ച് എന്നാൽ ബൃഹനാഡി അസ്ട്രോളജി ഒക്കെ എന്നുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേദിക് അസ്ട്രോളജിയാണ് കേരളത്തിലുള്ളത്, പക്ഷെ എന്നതിൽ ഈ ബൃഹനാഡി വളരെ അക്യുറേറ്റ് ആണ്. പിന്നെ മൊബൈൽ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ന്യൂമറോളജിയുടെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് 100% അത് വന്നിരിക്കും. കാരണം ഓരോ ചില കോമ്പിനേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ചില നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കോമ്പിനേഷനിൽ ചിലപ്പോൾ സപ്പോസ് 1-8 അങ്ങനെ പല നമ്പേഴ്സ് ഒക്കെ വന്നാൽ 1-4, 4-1 ഇങ്ങനെയൊക്കെ ഉള്ള 3-4 അങ്ങനെയൊക്കെ ജോയിന്റ് പെയിന് പല രീതിയിലുള്ള അല്ലെങ്കിൽ വാദസംബന്ധം അങ്ങനെ ഓരോ നമ്പേഴ്സും ചില മേൽഫീക്ക് നമ്പർ ഉണ്ട്. അതായത് ഈ പ്ലാനറ്ററി പൊസിഷന് ഫ്രണ്ട്സ് അല്ല എനിമി എന്ന് പറയുന്ന പ്ലാനറ്റ്, അങ്ങനെയൊക്കെ എനിമി പ്ലാനറ്റ് അപ്പുറം ഇപ്പുറമായിട്ടുള്ള അതപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിനകത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കുഴപ്പങ്ങളും ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വേണ്ടി പറയുവാണ്. നിങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോർ ദ കൺസൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു വീഡിയോ തന്നെ 1 മണിക്കൂറിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത് നമുക്ക് വളരെ ലോങ് ആയിട്ട് പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു 3, 4 അല്ലെങ്കിൽ ഒരു 5 എപ്പിസോഡായിട്ടായിരിക്കും ഇരുന്നത്, ചിലപ്പോൾ 5-6 എപ്പിസോഡായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓരോന്ന് കണ്ടിന്യൂറ്റി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നത്. നമുക്ക് ബർത്തിയാട്ടിൽ ഈ പറഞ്ഞ മെർക്കുറി കേതു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ ലോസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
അപ്പൊ അത് നമ്മുടെ വൃത്തിയായിട്ട് അതുകൊണ്ടാണ് അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് നമ്മുടെ കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സപ്പോസ് ഇനി വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ആ ഒരു കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് അതിൽ പ്രിക്കോഷൻ എടുക്കുക. നല്ല ഒരാളായിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു അസ്ട്രോളജി, നല്ലൊരു അസ്ട്രോളജി ഉണ്ട്. അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന പൂജ വഴിപാടെന്ന് പറഞ്ഞിട്ട് ഒരു അസ്ട്രോളജിയുടെ ബേസിൽ മറവില് ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്ത് 10,000, 10,000, 50,000, 1 ലക്ഷം, 5 ലക്ഷം. ഇപ്പൊ ഈയിടെ ഒരു ലേഡി എന്നെ വിളിച്ചു, അവര് ഡൈവേഴ്സായി. അപ്പൊ അവർക്ക് നോക്കിയപ്പോ 5 ലക്ഷം രൂപ ഏതോ ഒരാൾ വാങ്ങിച്ചിട്ട് പൂജാകർമ്മം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റയാൾക്ക് നിങ്ങൾക്കൊരു ഫീസ് ഉണ്ട്, ആ ഫീസ് ചോദിച്ചിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ കൊടുക്കാം. അതല്ലാതെ വേറെ 1 രൂപ ഒരാൾക്ക് ഒരു ആസ്ട്രോളജിയുടെ ആൾക്കാർക്കും കൊടുക്കേണ്ട ഒരു കാരണമില്ല. അങ്ങനെ ചെയ്യല്ല. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണന്മാരാണെന്ന് ഞാൻ പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരെല്ലാം നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങളാണ് എഴുതുന്നത്, വേറൊരാളല്ല. അത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുക, അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയുണ്ടെന്നൊരു നാട്ടിൽ നോക്ക്. നാളെ നരേന്ദ്രമോദിയുടെ മനസ്സങ്ങ് മാറ്റിട്ടോ, ഇത്ര വലിയ മുടക്കന്മാരാണെന്നൊരു നോക്ക്. എല്ലാത്തിനും ഒരു യുക്തി വേണം. ആ യുക്തി വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെ തീരുമാനിക്കുക, വിലയിരുത്തുക. അതാ വേണ്ടുന്നത്. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും പൊട്ടത്തരം പറയുന്ന കേട്ടിട്ട് അല്ലെ അത് ചെയ്തേക്കാം ഇത് ചെയ്തേക്കാം, നിങ്ങളൊരു 50,000 രൂപ എടുക്കുക, ഞാൻ ഇന്ന പൂജ ചെയ്തിട്ട് അതങ്ങ് മാറ്റിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും മാറാൻ ഇതന്നെ ഒരു മായാജാലമൊന്നുമല്ല. നമ്മുടെ വൃത്തിയാട്ടിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ അത് നടക്കും. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് അതിനെ ഓവർകം ചെയ്യാം ഒരു പരിധിവരെ. അത് കറക്റ്റാ, അത് നമ്മുടെ പോസിബിലിറ്റി. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ഈ പറഞ്ഞ എന്താ പറയുന്നത്, നമുക്ക് ഒരു 50% ബർത്തിയാട്ടെ, അതുപോലെ ഒരു 25% ഈ പറഞ്ഞ നമ്മുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷന് ലക്ക് ഫേവർ ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വാസ്തു ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ ഉണ്ടാകും. നമ്മുടെ ഞാൻ ചെയ്യുന്ന അസ്ട്രോവാസ്തു, അതിനകത്ത് നമ്മളൊക്കെ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മാതിരി ഒരാളുടെ ലക്ഷണം മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം, ഇന്നടത്തെ ടോയ്ലറ്റ് ഉണ്ട്, അല്ലെ ഇന്ന കാര്യങ്ങൾ കറക്റ്റ് ഇന്ന ലക്ഷണങ്ങളെ എല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന വാസ്തുവാണ് 16 ഡയറക്ഷനിന്റെ ഞാനൊക്കെ ചെയ്യുന്നത്. കേരളത്തിലെ ഈ പഴയ ഒരു രീതി എന്ന് പറഞ്ഞാൽ 8 ഡയറക്ഷൻ, അതൊന്നും കറക്റ്റ് അല്ല. പിന്നെ റിപ്പോർട്ട് കൊടുക്കത്തില്ല. ഒരു വാസ്തുവിന് എന്ന് പറഞ്ഞാൽ 100% അവർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അവർക്ക് ഇന്ന ആയെങ്കിൽ ഇന്നതാണ്, ഇന്നത് വേണം, ഇതെല്ലാം ഒരു ചാർട്ടും കാര്യങ്ങളും എല്ലാം കോമ്പസും എല്ലാം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാതെ വരച്ചെടുത്ത് സാറ്റലൈറ്റിന്റെ സഹായത്തോടാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വേണം വാസ്തു കാര്യങ്ങൾ നോക്കിക്കാൻ. ഇല്ലെന്ന് ഒരു 100% പലയിടത്ത് 3ഉം 4ഉം പേരെ വെച്ചിട്ട് നോക്കിയിട്ട് വാസ്തു ചെയ്തിട്ട് പാവം പിടിച്ച ആൾക്കാരുടെ പൈസയും വാങ്ങിച്ചിട്ട് ഒടുവിൽ വാസ്തുവിന്റെ പ്രശ്നം. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇടിച്ചു പൊളിച്ചു കളയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അതുകൂടെ കൂട്ടത്തിൽ പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി ഇത്ര ഒരു സംഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇതിനെപ്പറ്റി ഓരോ നഖത്തിന്റെ ഷേപ്പ്, ഓരോ ലൈന്, ഓരോ കാര്യങ്ങളും നോക്കാനോ എടുക്കാനോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് ഈ ഒരു പാമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്ന ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ബാക്കിയുള്ള കൺസൾട്ടേഷൻ റിലേറ്റഡ്. അപ്പൊ ഈ പാമിസ്ട്രിയെക്കാട്ടിലും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അല്ലാതുള്ള അസ്ട്രോളജി റിലേറ്റഡ്, പ്രത്യേകിച്ച് എന്നാൽ ബൃഹനാടി അസ്ട്രോളജി ഒക്കെ എന്ന് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേദിക് അസ്ട്രോളജിയാണ് കേരളത്തിലുള്ളത്, പക്ഷെ എന്നതിൽ ഈ ബൃഹനാടി വളരെ അക്യുറേറ്റ് ആണ്. പിന്നെ മൊബൈൽ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ന്യൂമറോളജിയുടെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് 100% അത് വന്നിരിക്കും. കാരണം ഓരോ ചില കോമ്പിനേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ചില നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കോമ്പിനേഷനിൽ ചിലപ്പോൾ സപ്പോസ് 18 അങ്ങനെ പല നമ്പേഴ്സ് ഒക്കെ വന്നാൽ 14, 41 ഇങ്ങനെയൊക്കെയുള്ള 34 അങ്ങനെയൊക്കെ ജോയിന്റ് പെയിന് പല രീതിയിലുള്ള അല്ലെങ്കിൽ വാദസംബന്ധം അങ്ങനെ ഓരോ നമ്പേഴ്സും ചില മേൽഫീക്ക് നമ്പർ ഉണ്ട്. അതായത് ഈ പ്ലാനറ്ററി പൊസിഷന് ഫ്രണ്ട്സ് അല്ല എനിമി എന്ന് പറയുന്ന പ്ലാനറ്റ്, അങ്ങനെയൊക്കെ എനിമി പ്ലാനറ്റ് അപ്പുറം ഇപ്പുറമായിട്ടുള്ളത്. അതിപ്പോ നമ്മുടെ മൊബൈൽ നമ്പറിനകത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കുഴപ്പങ്ങളും ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വേണ്ടി പറയുവാണ്. നിങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോർ ദ കൺസൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു വീഡിയോ തന്നെ 1 മണിക്കൂറിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത് നമുക്ക് വളരെ ലോങ് ആയിട്ട് പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു 3, 4 അല്ലെങ്കിൽ ഒരു 5 എപ്പിസോഡായിട്ടായിരിക്കും ഇരുന്നത്, ചിലപ്പോൾ 5 or 6 എപ്പിസോഡായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓരോന്ന് കണ്ടിന്യൂറ്റി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്ന